ഗതികേട് 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 എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ ഗതികേട് എന്താണെന്നുള്ളത് അറിയോ? ആരെങ്കിലും ലൈഫിൽ അറിഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഞാനിതേ ഇപ്പം അറിഞ്ഞു. എന്താണെന്നല്ലേ, എനിക്ക് നല്ല തലവേദനയായിരുന്നു ഇന്നലെ രാത്രി. അപ്പം പുലർച്ചെ ഒരു 4:30 ആയപ്പം തലവേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മെഡിസിൻ മേടിപ്പിച്ചു. ഞാൻ കുടിക്കുന്ന മെഡിസിന് ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെയിൻ കില്ലറാണ് കുടിക്കുന്നത്. 2 ഗുളികൾക്ക് 149 രൂപ എങ്ങാണ്ടാണ്. അപ്പോൾ എനിക്ക് അരുണ് മേടിച്ചു കൊണ്ടുത്തന്നു, വെള്ളവും ഗുളികയായിട്ട് തന്നു. പക്ഷേ ആ ഒരു തലവേദനയുടെ ആ ഒരു എന്താ പറയുക, സ്ട്രോങ് കൊണ്ട് ഞാൻ എങ്ങനെയാണ് മെഡിസിൻ പൊട്ടിച്ചെടുത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കിടക്കുന്നിടത്ത് തലയിണൻ്റെ ചോട്ടിലായിട്ട് അതിൻ്റെ ബാലൻസ് ഗുളിക കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗതികേട് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇന്നലെ ഞാൻ മെഡിസിൻ പൊട്ടിച്ച സമയത്ത് 2 എണ്ണത്തിന് 168 രൂപ കേട്ടോ, ഗുളിക 2 എണ്ണത്തിന്. ഇന്നലെ മെഡിസിൻ പൊട്ടിച്ച കൂട്ടത്തിൽ ഇതൊന്ന് കവർന്നതാ പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പം 168 രൂപ കൊടുത്ത ഗുളികാണ് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുകയും ചെയ്യും. അതോ പോയി കിടക്കുന്ന ദീം തരിയിടതോ. അപ്പോൾ എന്താ ഗതികേടെന്ന് വെച്ചാൽ, ഇത്രയും വലിയ പൈസ കൊടുത്തിട്ട് മേടിച്ച ഈ 168 രൂപ വലിയ പൈസയല്ല, എന്നാലും ഇത് കൊടുത്ത് മേടിച്ചതല്ലേ. അപ്പം പിന്നെ ഇതങ്ങ് കുടിച്ചേക്കാന്ന് കരുതി. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞ ഗതികേട്. എനിക്ക് വേദനയുണ്ടോയെന്ന് വെച്ചാൽ നല്ല ശമനം ഉണ്ട് കേട്ടോ. ഓരോരോ കോമഡിയിൽ നിങ്ങൾ കാണുന്നില്ലേ, മറ്റേ ബ്രെഡിനൊക്കെ ഡേറ്റ് കഴിയാറായി അതുകൊണ്ട് ഇരുന്ന് കഴിക്കുകയാണെന്ന് പറയലില്ലേ, അതേപോലെയാണ് മെഡിസിൻ. അത് പാക്കറ്റ് പൊട്ടിപ്പോയത് കൊണ്ട് എടുത്ത് കുടിക്കുകയാണ് ഗൈസ്. ഓരോരോ അവസ്ഥയും അതാണ്. മനുഷ്യൻ ഓരോരോ സമയത്ത് ഓരോരോ അവസ്ഥകളിലൂടെയാണ് ജീവിക്കുന്നതെന്ന് പറയും. അത് വയറ്റിലാക്കി. കാരണം അത് ഗുളിക എനിക്ക് വെച്ചേക്കാൻ പറ്റൂല, പാക്കറ്റ് പൊട്ടിപ്പോയതാണ്. പിന്നെ കുടിക്കാതിരിക്കാൻ എനിക്ക് തോന്നി. അഥവാ ഇവൻ രാത്രി എങ്ങാൻ പെയിൻ വന്നാൽ എന്താക്കും? അതുകൊണ്ട് വിലയേറിയ ഗുളിക ആയതുകൊണ്ട് കളയാൻ തോന്നാത്തതുകൊണ്ട് കുടിച്ചു. എന്തല്ലേ, മറ്റേ കോമഡിയിലുള്ളതുപോലെ തന്നെ മറ്റേ ഡേറ്റ് കഴിഞ്ഞ് കഴിയാറായ ചപ്പാത്തിയും ബ്രെഡൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടല്ലേ, അതിൻ്റെ ബാക്കിയായില്ലേ ഇപ്പം ഞാനും. അതാണ് ഓരോരോ സമയത്ത് ഓരോരുത്തർക്ക് ഓരോരോ ഗതികേടും കാര്യങ്ങളുമാണ്. അപ്പോൾ എൻ്റെ അവസ്ഥ ഇപ്പം ഇതാണ്. അപ്പം ഞാൻ മെഡിസിൻ്റെ വില ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് കേട്ടോ. എനിക്ക് വീട്ടിലിത് സ്റ്റോക്കാണ്. 168 രൂപയാണെങ്കിൽ പോലും ഭയങ്കര സ്ട്രോങ് ആടോ, നല്ല സ്ട്രോങ് ഉള്ള ഗുളികയാണ്. കിഡ്നി എപ്പോഴാണ് അടിച്ചു പോകുക എന്ന് പറയാൻ പറ്റൂല. ഇതിങ്ങനെയാണ് ഉണ്ടാവുക, ഒരു പാക്കറ്റിൻ്റെ അകത്ത് 2 എണ്ണമായിട്ട്. അപ്പം ഞാനൊക്കെ എന്ന് വെച്ചാൽ ഈ പാക്കറ്റ് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ തരണ്ടെന്ന് വിചാരിക്കുമ്പം ഞാൻ വിചാരിക്കും ഒന്ന് മുഴുവനായിട്ടും എടുത്തോളാൻ പറയലാണ്. പക്ഷെ ഗുളിക കണ്ടാൽ ഞാൻ കുടിച്ചും പോവും. ഗതികേട്.